നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. PM ശ്രീയിൽ CPI അനുനയിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ CPI മന്ത്രിമാരെയും ഉൾപ്പെടുത്തും. ഉചിതമായ തീരുമാനമില്ലെങ്കിൽ നിർവാഹക സമിതിയിൽ നിർണായക നടപടികളെന്ന് CPI. ഫണ്ട് ഉപേക്ഷിക്കാനാകില്ല എന്നും MOUയിൽ ഒപ്പിടുന്നതിന് മുൻപ് നിയമോപദേശം തേടിയെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തതാരെന്നും MA ബേബി വിധേയനെ പോലെയെന്നും VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിൽ വൻ ഭൂമി ഇടപാടുകളെന്ന SIT. സുഹൃത്തായ രമേശ് റാവുമായി ചേർന്ന് കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി. പോറ്റിക്ക് ഒത്താശ ചെയ്യുന്നത് ദേവസ്വം മന്ത്രിയും ബോർഡുമെന്ന് VD സതീശൻ. പോറ്റിയെ സംരക്ഷിച്ചില്ലെങ്കിൽ സർക്കാർ പ്രതിയാകുമെന്നും പ്രതിപക്ഷ നേതാവ്. ഇടുക്കി അടിമാലി ലക്ഷം വീട് കോളനിയിൽ വീടുകൾക്ക് മുകളിലേക്ക് വൻ മണ്ണിടിച്ചിൽ. കൂമ്പൻപാറ സ്വദേശി ബിജു മരിച്ചു. ഗുരുതര പരിക്കേറ്റ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തത് 5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ. മുൻകരുതൽ വൻ ദുരന്തം ഒഴിവാക്കി. മണ്ണിനടിയിലായ വീടുകളിലുള്ള 22 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് ഇന്നലെ രാവിലെ. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത കുടുംബം. നിയമ നടപടി PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെ. PP ദിവ്യയ്ക്കും പ്രശാന്തനും നോട്ടീസ് അയച്ച് പത്തനംതിട്ട സബ് കോടതി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ കുറവ് വരുത്തിയെന്ന് ആവർത്തിച്ച് ASEAN ഉച്ചകോടിക്ക് എത്തിയ ട്രംപ്. 47ാമത് ASEAN ഉച്ചകോടിക്ക് തുടക്കമായി. കംബോഡിയ തായ്ലൻഡ് അതിർത്തി തർക്കവും ട്രംപിന്റെ തീരുവ വർധനവും ചർച്ചയ്ക്ക്. റീഗന്റെ പരസ്യത്തിന് പ്രതികാര നടപടിയായി കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ കൂട്ടി ട്രംപ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഹൈജമ്പ് സീനിയർ ഗേൾസ് ഫൈനലിൽ തൃശൂരിന്റെ സോണിയയ്ക്ക് സ്വർണം. 1491 പോയിന്റുമായി തിരുവനന്തപുരം കിരീട നേട്ടത്തിനരികെ. തൃശൂർ 2ാം സ്ഥാനത്തും പാലക്കാട് 3ാം സ്ഥാനത്തും. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാട് മുന്നിൽ. വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീയിൽ CPI അനുനയിപ്പിക്കാൻ പുതിയ അടവ് നയവുമായി വിദ്യാഭ്യാസ വകുപ്പ്. വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ CPI മന്ത്രിമാരെയും ഉൾപ്പെടുത്തും. പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന തീരുമാനമുണ്ടായില്ല എങ്കിൽ നാളെ ചേരുന്ന നിർവാഹക സമിതിയിൽ സുപ്രധാന നടപടികളെന്ന് CPI. മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നതോടെ പ്രശ്നപരിഹാരമാകും എന്ന പ്രതീക്ഷയിലാണ് CPM. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, CPI നൽകിയിരിക്കുന്ന സമയപരിധി തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. CPIയുടെ പരാതി തീർക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയിലല്ലേ അവസാന പ്രതീക്ഷ? മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് തന്നെയാണ്, ഇല്ലെങ്കിൽ എന്ത് അനുനയ നീക്കമായിരിക്കും CPIയുമായി നടത്തുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം CPI നിലപാട് കടുപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തി ചർച്ച നടത്തിയിട്ടും അതിൽ തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറാൻ CPI തയ്യാറായിട്ടില്ല. നാളെ എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുമ്പോൾ ഇതുവരെയും 3 ദിവസത്തെ സമയപരിധി നൽകിയിരുന്നു. അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമന്വയ ശ്രമം CPIഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് CPIയും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കടുത്ത നടപടികളിലേക്കൊന്നും പോകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ ഒരു പ്രതീക്ഷ CPIയും വെച്ചു പുലർത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ എന്ത് സമവായ ശ്രമമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള? മുഖ്യമന്ത്രി ഇന്ന് തിരികെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. വിദേശ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം അപ്പോൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നും എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കാരണം ഈ നേരത്തെ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പോലും ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ ഇനി മുഖ്യമന്ത്രിയുടെ ഒരു പ്രതീക്ഷ CPM വെക്കുന്നത്. അങ്ങനെയെങ്കിൽ CPIയെ അന്വയിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളതും. നാളെ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗം നിർണായക തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏത് തരത്തിലൊരു നിർണായക തീരുമാനമായിരിക്കും ഉണ്ടാവുക? ഒരു പക്ഷേ മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ? ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലപാടുകളായിരിക്കുമോ സ്വീകരിക്കുക? അങ്ങനെ ഏത് നിലപാടായിരിക്കും CPI സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. നാളെ നടക്കുന്ന യോഗം അതുകൊണ്ട് നിർണായകമാണ് താനും. അതിനു മുമ്പ് CPMന്റെ ഭാഗത്തു നിന്നും ഇത് പിൻവലിക്കുന്ന അടക്കമുള്ള ഏതെങ്കിലും നടപടികളിലേക്ക് പോകും എന്ന ഒരു രീതിയിലാണ് CPI മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത്തരത്തിൽ അടവ് നയങ്ങളുമായാണ് CPM വീണ്ടും രംഗത്തേക്ക് എത്തുകയാണ്. ഇത് സംബന്ധിച്ച് വ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്നതിന് ഒരു സമിതിക്ക് രൂപം നൽകാം, ആ സമിതിയിൽ മന്ത്രിമാരെ ഉൾപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അവയൊന്നും അംഗീകരിക്കാൻ ഇതുവരെയും CPI തയ്യാറായിട്ടുമില്ല എന്നതാണ് പ്രധാനം. ഇനി മുഖ്യമന്ത്രി എത്തിയുള്ള ഒരു ചർച്ചയിൽ മാത്രമാണ് CPIയും പ്രതീക്ഷ വയ്ക്കുന്നത്. തീർച്ചയായും മുന്നണിക്കുള്ളിലെ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും? ആ ഒരു ആകാംക്ഷ അങ്ങനെ തന്നെ തുടരുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ.
PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. MA ബേബി വിധേയനെ പോലെ നിൽക്കുകയാണ്. സീതാറാം യെച്ചൂരി ആയിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണുന്നു. ഇതുവരെയുള്ള CPM-ൻ്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയം എന്താ? ഇതിന് 2 ആഴ്ച മുമ്പ് മന്ത്രി ശിവൻകുട്ടി ചിന്തയിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇതിനെതിരെ. 10-ാം തീയതി എന്ത് സംഭവിച്ചു? ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? അമിത്ഷായുടെ വസതിയിൽ വെച്ചാണെന്ന് തോന്നുന്നു കണ്ടത്. എനിക്ക് തോന്നുന്നു, ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്താ അവിടെ വെച്ച് നടന്നത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16-ാം തീയതി ഒപ്പുവയ്ക്കുന്നു. 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPI വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ CPI മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു. കേരളത്തിൽ RSS നേതാക്കളെക്കുറിച്ച് പഠിപ്പിക്കില്ല എന്ന മന്ത്രി വി ശിവൻകുട്ടി. അത് കെ സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണ്. ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനമാണ് കേരളം. പക്ഷേ കേന്ദ്ര ഫണ്ട് ഉപേക്ഷിക്കാനാകില്ല എന്നും MOUയിൽ ഒപ്പിടുന്നതിന് മുൻപ് നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതി യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. 165 സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് തരേണ്ടത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് SSK എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് 1500 വരുന്ന കോടി രൂപ തരേണ്ടത്. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള പ്രശ്നമാണുള്ളത്. നമ്മൾ അവരുടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ തെറ്റായ സിലബസ് അതിനെ കൊണ്ടുവരുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന തെറ്റായ മറ്റൊരു മാർഗങ്ങളും നമുക്ക് തെറ്റും തോന്നുന്ന ഒരു മാർഗങ്ങളും സ്വീകരിക്കുന്നില്ല. ഇവിടെ നമുക്ക് 1500 കോടി രൂപ സാധാരണക്കാരനെ പാവപ്പെട്ട പട്ടികജാതി അതുപോലുള്ള വിഭാഗത്തിൽ കിട്ടേണ്ട കാശ് നഷ്ടപ്പെടുത്തണോ വേണ്ടെന്നുള്ള പ്രശ്നമാണുള്ളത്. നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചിന്തിക്കുന്നത്. PM ശ്രീ പദ്ധതിയിലെ CPIയെ പരിഹസിച്ച് വെള്ളാപ്പള്ളി നടേശൻ. ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനാണ് CPI എതിർപ്പ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രി വന്ന് സംസാരിച്ചാൽ CPIയുടെ പ്രശ്നമെല്ലാം അവിടെ തീരും. ശിവൻകുട്ടി പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ആവുകയാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതൊക്കെ പാസ്സാക്കി പോയി മുന്നണി വരിയൊക്കെ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. അത് സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങ് അവസാനിക്കും. അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതൊക്കെ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ ഒരു അന്തർധാരയില്ലേ? ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞെടുത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? മാറിയും പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വൻ ഭൂമി ഇടപാട് രേഖകൾ കണ്ടെത്തിയ SIT. ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയ രേഖകൾ പിടിച്ചെടുത്തു. ഇടപാടുകളെല്ലാം സുഹൃത്തായ രമേശ് റാവുമായി ചേർന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് തുടരുകയാണ്. ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വൻ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. രമേശ് റാവു എന്ന സുഹൃത്തുമായി ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലും ബംഗളൂരുവിലെ ഫ്ളാറ്റിലും നടത്തിയ പരിശോധനയിലാണ് രേഖകൾ പിടിച്ചെടുത്തത്. അതേസമയം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP P ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുന്നത്. ഇന്നലെയും അന്വേഷണ സംഘം 6 മണിക്കൂറോളം സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയിരുന്നു. സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് സ്മാർട്ട് ക്രിയേഷന് നൽകിയ 108 ഗ്രാം സ്വർണം അന്വേഷണ സംഘത്തിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം ബെല്ലാരിയിലും ചെന്നൈയിലും തെളിവെടുപ്പ് പൂർത്തിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിച്ച് ഇനി തെളിവെടുക്കേണ്ടതുണ്ട്. ഈ മാസം 30-ാം തീയതി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ എത്തിച്ചും തെളിവെടുക്കും. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചോദ്യം ചെയ്യാനും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി കസ്റ്റഡി അപേക്ഷയും റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തത് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാർ എല്ലാം മൂടിവെക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും സംരക്ഷിച്ചില്ല എങ്കിൽ സർക്കാർ പ്രതിയാകുമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശി വീണ്ടും കട്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നടത്തിയത്.
അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി വിധി കൃത്യമാണ്. 2025 ജൂലൈ 30 തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന്. കോടതി ചോദിക്കുകയാണ് 7 ദിവസം കഴിഞ്ഞപ്പോൾ 7-ാം തീയതി 8-ാം തീയതി വീണ്ടും കത്താണ് മലക്കം പറഞ്ഞു ദേവസ്വം കമ്മീഷൻ. 21-ാം തീയതിയിലത്തെ 3-ാമത്തെ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു. ഇപ്പം മാന്യം ചമയുന്ന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് പൂശാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്താ വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാണ്. കോടതി ഇടപെട്ട് അയ്യപ്പൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് വീണ്ടും ഇതും പോയേനെ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹവും പോയേനെ. ഇത് രണ്ടും കൊണ്ടുപോയതിനെ മുമ്പ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഇടുക്കി അടിമാലി കൂമ്പൻപാറ ലക്ഷം വീട് കോളനി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ വീട്ടിൽ കുടുങ്ങിയ ദമ്പതിമാരിൽ ഭർത്താവ് മരിച്ചു. പരിക്കേറ്റ ഭാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30 ദുരന്തം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന അടിമാലി കൂമ്പൻപാറയിലാണ് ദുരന്തമുണ്ടായത്. രാത്രിയിൽ മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീടുകൾക്ക് മുകളിൽ പതിക്കുകയായിരുന്നു. 6 വീടുകൾ മണ്ണിനടിയിലായി. 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. വീടിനുള്ളിൽ അകപ്പെട്ട ബിജുവിനെയും ഭാര്യ സന്ധ്യയെയും 6 മണിക്കൂർ നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിലാണ് പുറത്തെത്തിച്ചത്. പുലർച്ചെ 3 മണിയോടെ സന്ധ്യയാണ് ആദ്യം രക്ഷപ്പെടുത്തിയത്. സാരമായ പരിക്കുകളോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സന്ധ്യയെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. സന്ധ്യയുടെ കാലിന് പൊട്ടലുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സന്ധ്യയെ രക്ഷപ്പെടുത്തി 1 മണിക്കൂറോളം കഴിഞ്ഞ് പുലർച്ചെ 5 മണിയോടെയാണ് ഭർത്താവ് ബിജുവിനെ പുറത്തെത്തിക്കാനായത്. തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്ന് 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ബിജുവിനെ പുറത്തെടുത്തത്. അബോധാവസ്ഥയിലായിരുന്ന ബിജുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനെ തുടർന്ന് ഏകദേശം 50 അടിയിലേറെ ഉയരത്തിൽ മൺതിട്ട രൂപപ്പെട്ടിരുന്നു. ഇതിനു മുകളിൽ അടർന്നിരുന്ന ഭാഗം ഇടിഞ്ഞ് റോഡിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിച്ചാണ് അപകടമുണ്ടായത്. വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് വൻ ദുരന്തം ഒഴിവാക്കാൻ കാരണമായി. മണ്ണിടിച്ചിൽ ഭീഷണി കാരണം ബിജുവും സന്ധ്യയും തറവാട്ട് വീട്ടിലേക്ക് മാറിയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനും രേഖകൾ എടുക്കുന്നതിനും വേണ്ടിയാണ് ഇവർ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ദേശീയപാതയിലെ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അമൃത ന്യൂസ്, ഇടുക്കി. അടിമാലിയിലെ ദുരന്തം വേദനാജനകമെന്ന് മന്ത്രി കെ രാജൻ. മുൻകരുതൽ എടുത്തതുകൊണ്ട് ദുരന്തം ഒഴിവായി. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടിമാലിയിലുണ്ടായിട്ടുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ദുരന്തമാണ്. ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സർക്കാർ എടുത്തതുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം എടുത്തതുകൊണ്ട് വലിയൊരു ദുരന്തം യഥാർത്ഥത്തിൽ ഒഴിവായതാണ്. ബുധനാഴ്ച രാത്രിയോടുകൂടി അവിടുത്തെ മണ്ണുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോഗ്രാഫ്സ് ജില്ലാ കളക്ടർ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് വ്യാഴാഴ്ച തന്നെ മഴ അപ്പോഴില്ലെങ്കിലും മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയുണ്ടോ, ആ പടങ്ങളിൽ മണ്ണ് വിണ്ടു കീറുന്നതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ടോ എന്ന് സംശയമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി ആ പ്രദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങളെയും 8ഓളം കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയതായിട്ടാണ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ആവശ്യം. ഹർജി ഫയലിൽ സ്വീകരിച്ച പത്തനംതിട്ട സബ് കോടതി PP ദിവ്യയ്ക്കും പ്രശാന്തനും നോട്ടീസ് അയച്ചു. ഹർജി അടുത്ത മാസം 11-ന് പരിഗണിക്കും. ഭാരതീയർക്ക് ഛാത് ഉത്സവാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറച്ചു. ഒരിക്കൽ മാവോയിസ്റ്റ് ഭീകരതയുടെ അന്ധകാരം നിഴലിച്ചിരുന്ന പ്രദേശങ്ങളിൽ പോലും ഈ വർഷം സന്തോഷത്തിന്റെ വിളക്കുകൾ കത്തിച്ചു. GST ബചത് ഉത്സവ് എന്ന പരിപാടിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമുണ്ടെന്നും മൻ കി ബാത്തിന്റെ 127-ാം എഡിഷനിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ഉത്സവകാലം സന്തോഷകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പൗരന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നു. സാമ്പത്തികവും സാംസ്കാരികവുമായ അഭിമാനം പ്രതിഫലിക്കുന്ന പ്രാദേശിക സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തിന്റെ കൂട്ടായ മനോഭാവത്തെ അദ്ദേഹം പ്രശംസിച്ചു. ഇന്ത്യൻ കാപ്പിയുടെ രുചി വൈവിധ്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. दुनिया भर में
भारत की कॉफी बहुत लोकप्रिय हो रही है। चाहे कर्नाटका में चिकमंगलूर, कुर्ग और हासन हो, तमिलनाडु में पुलनी, शेवरॉय, नीलगिरी और अन्नामलाई के इलाके हो, कर्नाटका तमिलनाडु सीमा पर बिलीगिरी क्षेत्र हो या फिर സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1491 പോയിന്റുമായി കിരീട നേട്ടത്തിന് അരികിലാണ് തിരുവനന്തപുരം. 721 പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തും 623 പോയിന്റുമായി പാലക്കാട് മൂന്നാം സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാടാണ് മുന്നിൽ. ഹൈജമ്പ് സീനിയർ ഗേൾസ് ഫൈനലിൽ തൃശൂരിന്റെ സോണിയ സ്വർണം നേടി. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഇന്നിപ്പോൾ മഴ മാറിയത് ഒരാശ്വാസമാകുന്നു. ഇന്നത്തെ കളിയാവേശം എങ്ങനെ? ശ്രീജ, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ അത്ലറ്റിക് മത്സരങ്ങൾ, ഏകദേശം 7:30 അത്ലറ്റിക് മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു. അതിൽ ആദ്യ സ്വർണം നേടിയത് ഈ സീനിയർ ഗേൾസിന്റെ ഹൈജമ്പ് മത്സരത്തിൽ നിന്നും സോണിയ ഇജയാണ്. തൃശ്ശൂരിനാണ് സ്വർണം ഇന്ന് ആദ്യം തന്നെ ലഭിച്ചത്. അതിനുശേഷം പിന്നീട് നിരവധി മത്സരങ്ങളുണ്ടായിരുന്നു. ഈ ഹാമർ ത്രോ ഉൾപ്പെടെയുള്ള മത്സരങ്ങളുണ്ടായിരുന്നു. ഇന്നലെ മാറ്റിവെച്ചിരുന്ന ജാവലിൻ ത്രോ സീനിയർ ഗേൾസ് വിഭാഗത്തിൽ അവന്തിക കേസ്, ഇടുക്കിയിൽ നിന്നുള്ള അവന്തിക കേസിന് സ്വർണം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജൂനിയർ ഗേൾസിന് അശ്മിക സിപ്പി, മലപ്പുറത്ത് നിന്നുള്ള അശ്മിക സിപ്പിക്കായിരുന്നു സ്വർണം ലഭിച്ചത്. നിലവിൽ ഞാനുള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ റെസ്ലിംഗ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. സെമി ഫൈനൽസ്, പെൺകുട്ടികളുടെ സെമി ഫൈനൽസ് റെസ്ലിംഗ് ആണ് ഇവിടെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത വേദിയിൽ ആൺകുട്ടികളുടെ റെസ്ലിംഗ് മത്സരങ്ങളും പുരോഗമിക്കുകയാണ്. ഏതായാലും നിലവിൽ തിരുവനന്തപുരമാണ് കപ്പിൽ മുത്തമിടാൻ പോകുന്നത് എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. 1491 പോയിന്റോടുകൂടി തിരുവനന്തപുരമാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരും മൂന്നാം സ്ഥാനത്ത് പാലക്കാടുമുണ്ട്. ഈ അത്ലറ്റിക് മത്സരങ്ങളിലെ മികവാണ് പാലക്കാടിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത്. അത്ലറ്റിക് മത്സരങ്ങൾ ആരംഭിച്ചു മുതൽ പാലക്കാട് അതിന്റെ കുതിപ്പ് തുടരുകയായിരുന്നു. അതിനെ തുടർന്നാണ് 138 പോയിന്റോടുകൂടി പാലക്കാട് അത്ലറ്റിക് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. തൊട്ടു താഴെ മലപ്പുറമുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരങ്ങളിൽ ഷോട്ട് പുട്ട് അതുപോലെ തന്നെ ലോങ് ജമ്പ് മത്സരങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതിൽ ഉള്ള വിജയികൾ നിർണ്ണയിക്കുന്നത് പ്രകാരം ഈ അത്ലറ്റിക് മത്സരങ്ങളിലെ പോയിന്റ് നിലയിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. ഏതായാലും നിലവിൽ തിരുവനന്തപുരം അതിന്റെ ആധിപത്യം തുടരുകയാണ്. തീർച്ചയായും ആധിപത്യം, തിരുവനന്തപുരത്തിന്റെ ഒരു ആധിപത്യം തന്നെയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് ആതിര രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒന്റാറിയോ പ്രവിശ്യയിൽ സംപ്രേഷണം ചെയ്ത താരിഫ് വിരുദ്ധ പരസ്യത്തിന് മറുപടിയായാണ് പ്രസിഡന്റ് ട്രംപ് കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ വർദ്ധിപ്പിച്ചത്. മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനെ ഉൾപ്പെടുത്തി കാനഡയിലെ ഒന്റാറിയോ പ്രവിശ്യയിൽ താരിഫ് വിരുദ്ധ പരസ്യം സംപ്രേഷണം ചെയ്തതാണ് പ്രസിഡന്റ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അതോടെ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കുകയാണ് അമേരിക്ക. തീരുവ വർദ്ധിപ്പിക്കുന്ന വിവരം ട്രംപ് എക്സിലൂടെയാണ് അറിയിച്ചത്. താരിഫ് വിരുദ്ധ പരസ്യത്തെ വഞ്ചന എന്നാണ് ട്രംപ് കുറിച്ചത്. വേൾഡ് സീരീസ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന് മുമ്പ് പരസ്യം നീക്കം ചെയ്യാത്തതിന് കനേഡിയൻ ഉദ്യോഗസ്ഥരെ ട്രംപ് ആക്ഷേപിക്കുകയും ചെയ്തു. പരസ്യത്തിലൂടെ വസ്തുതകളെ ഗുരുതരമായി തെറ്റായി ചിത്രീകരിക്കുകയും ശത്രുതാപരമായ പ്രവൃത്തി നടത്തുകയും ചെയ്തുവെന്നാണ് ട്രംപിന്റെ ആരോപണം. ഏതായാലും ശത്രുതാപരമായ പ്രവൃത്തിക്ക് ശിക്ഷയായി കാനഡയുടെ തീരുവ ഇപ്പോൾ നൽകുന്നതിനേക്കാൾ 10% കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയിലെ കോലാലംപൂരിൽ തുടക്കമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ നിരവധി ആഗോള നേതാക്കളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായാണ് പങ്കെടുക്കുന്നത്. 8 മാസം കൊണ്ട് 8 യുദ്ധങ്ങളാണ് താൻ അവസാനിപ്പിച്ചത് എന്നും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിലും താൻ ഇടപെടുമെന്നും ട്രംപ് ഉച്ചകോടിയിൽ അറിയിച്ചു. വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് മലേഷ്യയിൽ 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് തുടക്കമായത്. ത്രിദിന ഉച്ചകോടിയിൽ കംബോഡിയ തായ്ലാന്റ് അതിർത്തി തർക്കവും ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ വർധനവുമാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഉച്ചകോടിയിൽ രാജ്യങ്ങളെ അഭിസംബോധന ചെയ്യവേ അന്താരാഷ്ട്ര തലത്തിൽ താൻ നടത്തിയ ഇടപെടലുകൾ ട്രംപ് വിശദീകരിച്ചു. 8 മാസം കൊണ്ട് 8 യുദ്ധങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും ഇനിയും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. So as you know, this is one of 8 wars that my administration has ended in just 8 months. We're averaging one a month. There is only one left. Although I heard that Pakistan and Afghanistan have started up, but I'll get that solved very quickly. I know them both, and the Pakistan
The Field Marshal and the Prime Minister are great people, and I have no doubt we're going to get that done quickly. That one started up a few days ago. അതേസമയം ആസിയാൻ ഉച്ചകോടിക്കായുള്ള യാത്രക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഘട്ടം ഘട്ടമായി ഇന്ത്യ കുറയ്ക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. If you look at India and Pakistan, I could say almost any one of the deals that I've already done, I thought would have been more difficult than Russia and Ukraine, but it didn't work out that way. There's a lot of hatred between the two. Between Zelensky and Putin is tremendous hatred. ട്രംപിന്റെ ഈ അവകാശവാദങ്ങളും ചർച്ചാ വിഷയമായേക്കും. ഉച്ചകോടിക്കായി മലേഷ്യയിലെത്തിയ ട്രംപിന് ഊഷ്മളമായ വരവേൽപ്പാണ് കോലാലംപൂർ എയർപോർട്ടിൽ നൽകിയത്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, വിയറ്റ്നാം, മ്യാൻമർ തുടങ്ങിയ 10 രാജ്യങ്ങളാണ് ആസിയാനിൽ ഉൾപ്പെടുന്നത്. 11ാമത് അംഗരാജ്യമായി ഈസ്റ്റ് ടിമോറിനെ ഈ ഉച്ചകോടിയിൽ ചേർക്കും. ഏഷ്യൻ മേഖലയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ നിർണായകമാകുന്ന തീരുമാനങ്ങൾ ഈ ഉച്ചകോടിയിൽ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഇനി പഠനത്തിന് തടസ്സമുണ്ടാകില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യവുമായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനുമായി അമൃത സർവകലാശാല ധാരണാപത്രം ഒപ്പിട്ടു. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായി ഇതോടെ അമൃത സർവകലാശാല. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ മാറ്റങ്ങളും ഗവേഷണങ്ങളും പരിശീലനങ്ങളും നടപ്പിലാക്കുക എന്നതാണ് യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ പ്രവർത്തനം ആരംഭിച്ചു. യുനെസ്കോയുടെ യുനെസ്കോ ചെയേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ചെയറിന്റെ ഉടമ്പടിയിൽ യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസുലെ, അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ പി വെങ്കട്ടരംഗൻ എന്നിവർ ചേർന്ന് ഒപ്പുവച്ചു. 2029 ജൂൺ വരെ പ്രാബല്യത്തിൽ നിൽക്കുന്ന ഈ ചെയറിന് അമൃത സർവകലാശാല സ്കൂൾ ഓഫ് ബിസിനസ് വിഭാഗം ഡീൻ ഡോക്ടർ രഘുരാമൻ, സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ പ്രേമ നെടുങ്ങാടി എന്നിവർ അധ്യക്ഷസ്ഥാനം വഹിക്കും. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൂടിയായി ഇതോടെ അമൃത സർവകലാശാല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടുകൾ, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, വീഡിയോ തിരിച്ചറിയൽ സംവിധാനങ്ങൾ, ഓഡിയോ വിവരണ ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ചെയർ പ്രധാനമായും പ്രാമുഖ്യം നൽകുന്നത്. കൂടാതെ അക്കാദമിക് പരിശീലനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണങ്ങളിലൂടെയും കപ്പാസിറ്റി ബിൽഡിംഗിനും ശ്രദ്ധ നൽകും. ഈ ചെയറിന്റെ ഭാഗമായി ഇ ഗവേണൻസ് സേവനങ്ങൾക്കായി സൈൻ ലാംഗ്വേജ് സംയോജിപ്പിച്ച ആക്സസിബിലിറ്റി ഇന്റർഫേസ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു വരികയാണെന്നും ഇതിന്റെ പ്രാരംഭ പതിപ്പ് ഇതിനകം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷനും വികസിപ്പിച്ച ഉമാങ് പ്ലാറ്റ്ഫോമിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അമൃത സർവകലാശാല പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് അധ്യക്ഷയായിട്ടുള്ള യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഡോക്ടർ ഭവാനി റാവു അധ്യക്ഷയായിട്ടുള്ള യുനെസ്കോ ചെയർ ഓൺ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെന്റ് എന്നിങ്ങനെ 2 യുനെസ്കോ ചെയറുകൾ മുമ്പ് തന്നെ അമൃത സർവകലാശാലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തമിഴ്നാട്ടിലെ കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണാനൊരുങ്ങി നടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയ്. നാളെ ചെന്നൈക്ക് അടുത്തുള്ള മാമല്ലപുരത്തെ റിസോർട്ടിൽ വെച്ചാകും കൂടിക്കാഴ്ച. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകമാണ് കൂടിക്കാഴ്ചയ്ക്കായി സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവർക്കായി റിസോർട്ടിൽ 50 മുറികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് വേദിയിലെത്താൻ ബസ് സൗകര്യം അടക്കമുള്ളവയും ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെയും പാർട്ടിയിലെ മറ്റംഗങ്ങളെയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് റിപ്പോർട്ട്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞതിന്റെ മറവിൽ സർക്കാർ വലിയ ഊടായ്പ നടത്തിയിട്ടുണ്ട് എന്നും ഇത് സംബന്ധിച്ച മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കോഴിക്കോട് പറഞ്ഞു. കായിക മന്ത്രിക്ക് മാധ്യമപ്രവർത്തകരെ തെറി പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ജനങ്ങളെ എന്തിന് വിഡ്ഢികളാക്കിയെന്ന് മന്ത്രി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് 3 മാസം പ്രായമുള്ള ആൺകുട്ടിയെ വിൽക്കാൻ ശ്രമം. അസം സ്വദേശിയായ പിതാവിനെ കുമരകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. 500,000 രൂപയ്ക്ക് UP സ്വദേശിക്കാണ് കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചത്. കുട്ടിയുടെ അമ്മയുടെ എതിർപ്പിനെ തുടർന്നാണ് സമീപവാസികൾ വിവരം അറിഞ്ഞത്. തുടർന്ന് പോലീസ് എത്തി കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കുട്ടിയെ വാങ്ങാൻ ശ്രമിച്ച UP സ്വദേശിക്കായി അന്വേഷണം നടക്കുന്നു.
മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് നോട്ടീസ് അയച്ച സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ. അനധികൃത മരമുറിയുണ്ടായാൽ യഥാർത്ഥ ഉത്തരവാദിത്വം കർഷകനായിരിക്കും എന്നതാണ് ചട്ടമെന്ന് മന്ത്രി പറഞ്ഞു. അപ്പീൽ കേൾക്കാൻ കാലതാമസമുണ്ടായപ്പോൾ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചതാണ്. കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.